യുവത്വത്തിന്റെ സമഗ്ര വികസനവും സമൂഹത്തിന്റെ സമ്പൂർണ്ണ വിമോചനവും മനസ്സിൽ കണ്ട് കാനാനിലേക്കുള്ള മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ പ്രയാണം 42 വർഷം പിന്നിടുന്നു. പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന് ഈജിപ്തിൽ ഫറവോയുടെ അടിമത്തത്തിൽ കഴിയേണ്ടി വന്നത് 430 സംവത്സരങ്ങളാണ്. ഒടുവിൽ അവരുടെ കണ്ണുനീർ കണ്ട് മനസ്സലിഞ്ഞ ദൈവം അവരെ വീണ്ടെടുക്കുവാൻ തീരുമാനിച്ചു. ഹോരേബ് മലയിൽ കത്തുന്ന മുൾപ്പടർപ്പായി മോശയെ വിളിച്ച ദൈവം വിമോചനത്തിനായുള്ള അവരുടെ പട നയിക്കുവാൻ അവനെ നിയോഗിച്ചു. വിശുദ്ധ ലിഖിതത്തിൽ പഞ്ചഗ്രന്ഥിയിലൂടെ നാം കണ്ടറിയുന്നത് ആ നിയോഗവും അതിന്റെ പൂർത്തീകരണവുമാണ്. ദൈവജനത്തിന്റെ വീണ്ടെടുപ്പ്, മരുഭൂമിയിലൂടെ 40 സംവത്സരങ്ങൾ നീണ്ട അവരുടെ യാത്ര, പാലും തേനും ഒഴുകുന്ന കാനാൻ എന്ന മോഹഗ്രഹം. അതെ, ഒരർത്ഥത്തിൽ ഇസ്രായേലിന്റെ ആ യാത്ര തന്നെയാണ് 1967 നവംബറിൽ വെണ്ണിക്കുളത്ത് ഭാഗ്യസ്മരണാർഹനായ സക്കറിയാസ് മാർ അത്തനാസ്യൂസ് എന്ന ക്രാന്തദർശിയാൽ ആരംഭിച്ച മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ 4 പതിറ്റാണ്ടായുള്ള യാത്രയും. സമ്പൽ സമൃദ്ധിയുടെ കാനാൻ എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്ര, രക്ഷയുടെ യാത്ര. ആയിരത്തി 1930 ദേവദാസന്മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തായിലൂടെ നമുക്ക് ലഭിച്ച പുനരൈക്യത്തിന്റെ ദൈവാനുഭവം മലങ്കര കത്തോലിക്ക യുവജന സഭയ്ക്ക് രക്ഷയിലേക്കുള്ള ചൂണ്ടുപലകയായി മാറുന്നത് 72 യൂണിറ്റുകളുമായി തിരുവല്ല രൂപതയിൽ തുടക്കമിട്ട കേരള കത്തോലിക്ക യുവജന സംഘടനയിലൂടെയാണ്. 1968 ഫെബ്രുവരി 28 തിരുവല്ല സെന്റ് ജോൺസ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ അത്യുന്നത കർദിനാൾ ഉസ്റ്റൻബർഗ് തിരുമേനി യുവജന സംഘടന ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആരംഭിച്ചത് യുവജന സമൂഹത്തിന്റെ വിശുദ്ധ കാനാൻ നാട്ടിലേക്കുള്ള രക്ഷയുടെ പ്രയാണം തന്നെയായിരുന്നു. ഈജിപ്തിൽ നിന്നും കാനാനിലേക്കുള്ള ഇസ്രായേൽ സമൂഹത്തിന്റെ യാത്രയിൽ അവരെ വഴി നയിച്ചത് യഹോവയായ ദൈവം തന്നെയായിരുന്നു. രാത്രിയിൽ അഗ്നിത്തൂണായി, പകൽ മേഘസ്തംഭമായി അവൻ അവരെ വഴി നയിച്ചു. വിശന്നപ്പോൾ അവർക്ക് ലഭിച്ചത് സ്വർഗീയ മന്ന തന്നെയാണ്. എന്നാൽ മരുഭൂയാത്രയിൽ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്നവനെ തിരിച്ചറിയുവാൻ പലപ്പോഴും അവർക്ക് കഴിയാതെ പോയി. തങ്ങൾക്ക് മുമ്പിൽ ചെങ്കടലിനെ ഭാഗിച്ചു തന്നവനെ ഇസ്രായേലിന് തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ടും പരുന്തിൽ നിന്നും കോഴി തന്റെ ചിറകിന് കീഴിൽ അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതുപോലെ അവൻ അവർക്ക് തുണയേകി. യുവജന പ്രസ്ഥാനത്തിന്റെ നാളിതുവരെയുള്ള പ്രയാണവും മേൽപ്പറഞ്ഞ മരുഭൂയാത്രയ്ക്ക് സമമാണ്. കൃപ സമൃദ്ധമായി ചൊരിഞ്ഞ് നമ്മോടൊപ്പമായി കഷ്ടത്തിന്റെയും നഷ്ടത്തിന്റെയും നാളുകളിൽ നമ്മെ കൈകളിൽ താങ്ങി സർവശക്തൻ നമുക്കൊപ്പമുണ്ടായി. എന്നാൽ ചിലപ്പോഴൊക്കെ പ്രത്യാശ നഷ്ടപ്പെട്ട ഇസ്രായേൽ സമൂഹത്തെ പോലെ അവന് നേരെ നാം കണ്ണടച്ചു, പിറുപിറുത്തു, പരിഭവം പറഞ്ഞു. നാം നമുക്ക് തോന്നിയ വഴിയെ നടന്നകലാൻ ശ്രമിച്ചു. പക്ഷേ സ്വർഗീയ കാനാൻ സ്വപ്നം കാണുന്ന, ക്രിസ്തുവിലൂടെ ഒരു നവയുഗ പിറവി ലക്ഷ്യം വയ്ക്കുന്ന നമ്മെ ഉപേക്ഷിക്കുവാൻ അവൻ തിരുമനസ്സായില്ല. 5 നിന്നും 5 ലക്ഷമായി നമ്മെ വർദ്ധിപ്പിച്ചവന്റെ, ആത്മീയമായും ഭൗതികമായും സമൃദ്ധി നമ്മിൽ നിറച്ചവന്റെ സാന്നിധ്യം പലപ്പോഴും ഇന്നും നാം വിസ്മരിക്കുന്നു എന്നതാണ് സത്യം. മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ ഈ യാത്ര ഒരു പുതുയുഗ പിറവിയെ മുന്നിൽ കണ്ടാണ്. ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ, അനുഭവിക്കുന്നതിലൂടെ സംജാതമാകുന്ന ഒരു പുതുയുഗ പിറവിയാണിത്. നമ്മുടെ യുവജന പ്രസ്ഥാനത്തിന്റെ ഇടപെടലിലൂടെ, നാം ഓരോരുത്തരുടെയും ഇടപെടലിലൂടെ ഇത് സാധ്യമാകണം. ആത്മീയ മേഖലയിൽ, ഭൗതിക മേഖലയിൽ, സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവും ഭൗതികവുമായ മേഖലകളിൽ ഇത് സംഭവിക്കേണ്ടതുണ്ട്. ഇത് സംഭവിക്കണമെങ്കിൽ നമുക്കൊപ്പം നിന്ന് നമ്മെ ഈ യാത്രയിൽ അനുഗമിക്കുന്ന സർവശക്തന്റെ സാന്നിധ്യം നാം തിരിച്ചറിയണം. കാനാൻ 2012 ആ തിരിച്ചറിവിനുള്ള വേദി കൂടിയാണ്. മരുഭൂമിയിൽ മോശ ഉയർത്തിയ പിച്ചൽ സർപ്പമാകുന്ന രക്ഷയുടെ അടയാളത്തെ നോക്കിയവർ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ മരണസംസ്കാരത്തിൽ കഴിയുന്ന നമുക്ക് ചുറ്റുമുള്ള സമൂഹം നമ്മെ നോക്കി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മുടെ യുവജന പ്രസ്ഥാനം വേദിയാകണം. 40 വർഷത്തെ മരുഭൂമിയിലൂടുള്ള ഇസ്രായേൽ സമൂഹത്തിന്റെ യാത്രയ്ക്ക് നേതൃത്വം നൽകുവാൻ ദൈവം നിയോഗിച്ചത് മോശയെയും അഹ്റോനെയും ജോഷിയെയുമാണ്. ദൈവാനുഭവമുള്ള ഒരു നേതൃത്വം. നീണ്ട ആ യാത്രയിൽ ദൈവം അവരിലൂടെ ഇസ്രായേൽ സമൂഹത്തോട് സംവദിച്ചു. പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവാനുഭവം കൈമുതലായുണ്ടായിരുന്ന ഒരു നേതൃനിര തന്നെയാണ് കഴിഞ്ഞ 4 പതിറ്റാണ്ടോളം
മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിനും യാത്രയിൽ കൂട്ടുണ്ടായിരുന്നത്. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ആദ്യ ഡയറക്ടർ വന്യ ചാക്കോ ഇലവുംപറമ്പിലച്ചൻ മുതൽ ഇപ്പോൾ യുവജന സഭയെ നയിക്കുന്ന ഫാദർ വർഗീസ് അങ്ങാടിയിൽ വരെ 16 ഡയറക്ടർമാർ. ആദ്യ പ്രസിഡന്റ് ഷെവലിയാർ ശ്രീ വർഗീസ് കരിപ്പായിൽ മുതൽ ശ്രീ പ്രശാന്ത് പി കുര്യൻ വരെ 16 പ്രസിഡന്റുമാർ. നീണ്ട ഈ യാത്രയിൽ നമ്മെ കൈപിടിച്ച് നയിച്ച ഇവരെ നാം വിസ്മരിക്കുന്നതെങ്ങനെ? എല്ലാ അർത്ഥത്തിലും മരുഭൂമിക്ക് സമമായ ഒരു അന്തരീക്ഷത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. മരുഭൂമിക്ക് സ്ഥായിയായ ഒരവസ്ഥയില്ല. ഒരു ചെറിയ കാറ്റുപോലും അവിടെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ അതിവേഗം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാമും കർമ്മനിരതരാകുന്നത്. ഈ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമ്മെ ഒരുക്കുവാൻ, ഈ മാറ്റങ്ങൾ കണ്ട് ഭയപ്പെടാതെ മുന്നോക്കം തന്നെ കുതിക്കുവാൻ മോശയെപ്പോലെ, അഹ്റോനെപ്പോലെ, ജോഷുവെപ്പോലെ ദൈവാനുഭവമുള്ള നേതാക്കളെ നമുക്ക് ആവശ്യമാണ്. കാനാൻ 2012 പ്രസക്തി അവിടെയാണ്. മോശ ദൈവത്തെ ദർശിച്ച മുൾപ്പടർപ്പ് പോലെ നാം ദൈവത്തെ ദർശിക്കുന്ന, ദൈവത്തിന്റെ വിളി ശ്രവിക്കുന്ന, ദൈവാനുഭവം ഉൾക്കൊള്ളുന്ന ഇടമാകണം കാനാൻ 2012. അതെ, നാം തിരഞ്ഞെടുക്കപ്പെടുകയാണിവിടെ. മലങ്കര കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ 4 പതിറ്റാണ്ട് പിന്നിട്ട പാലും തേനുമൊഴുകുന്ന കാനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ മുൻനിരക്കാരാകുവാൻ, നമ്മുടെ ബലഹീനതകളിലൂടെ നമ്മിൽ ഇടപെടുന്ന, നമ്മെ ശക്തരാക്കുന്ന യഹോവയാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അരമുറുക്കി മേലങ്കി ധരിച്ച് ആ യാത്രയ്ക്ക് നമുക്ക് സജ്ജരാകാം. കാനാനിലേക്കുള്ള യാത്ര തുടരുന്നത് നമ്മിലൂടെയാകട്ടെ. നാഥനീശുരാജൻ വാഴ്ക, സ്തുതിയവനേകാം ഞാൻ, തുണയായിൻ ചാരേ